ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 3 ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ അധ്യായം 2 തോട്ടക്കാരി. ഈ അധ്യായത്തിൽ മലയാളത്തിന്റെ പ്രിയ കവിയും സംഗീതജ്ഞനുമായ പി ഭാസ്കരന്റെ കൃതികൾ കവിതകൾ ഗാനങ്ങൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള തോട്ടക്കാരി എന്ന കവിതയാണ് നൽകിയിട്ടുള്ളത്. ഈ അധ്യായത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. നമുക്കാദ്യം ഈ പാഠഭാഗം ഒന്ന് വായിക്കാം. അതിനുശേഷം വിശകലനത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിന്റെ ആമുഖമായി ഒരു വരി നൽകിയിരിക്കുന്നു, ശ്രദ്ധിക്കുക. ജീവിത ചൂടിലും വാടാത്തവർ. എന്താണതിൻ്റെ അർത്ഥം? മനുഷ്യർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം, അല്ലേ? സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നിരുന്നാലും അതിലൊന്നും തളരാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരെക്കുറിച്ച്, അവരുടെ ജീവിതത്തിനു മേലുള്ള പ്രത്യാശയെക്കുറിച്ചാണ് ആ വരികളിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കവിത ശ്രദ്ധിക്കുക. തോട്ടക്കാരി. വാടിപ്പോയി തുളസിയെന്നോതുമ്പോൾ കുടുംബിനി, കൂടുതൽ കരിഞ്ഞത് നിൻ മുഖത്തളിരല്ലോ. വാടക വീടും പൂട്ടി 10 നാൾ മറുനാടൻ വാസവും കഴിച്ചു നാം മടങ്ങിയെത്തും നേരം, വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കെ. പൂട്ടിയ താക്കോൽ എങ്ങോ പോയി ഞാൻ വിഷണ്ണനായി. എൻ കരബലം കൊണ്ടു പൂട്ടു ഞാൻ ഉടച്ചപ്പോൾ, നിൻ കവിൾ രണ്ടും വീണ്ടും ആർദ്രമായതു കണ്ടേൻ. പോഴത്തം പറ്റിപ്പോയി, പോവട്ടെ, ബലമുള്ള താഴൊന്നു വേറെ വാങ്ങാം എന്നു ഞാൻ ഉരയ്ക്കവേ, ചൊല്ലി നീ വീണ്ടും. പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി, വെള്ളമില്ലാതെ നിശാഗന്ധിത്തൈ നിലം പൊത്തി. താക്കോല് പോയാൽ പോട്ടെ, ഇക്കൊല്ലം പൊന്നിൻ ചിങ്ങ പൂക്കാലം വിരുന്നിനു വരണ്ടേ ഈ വീട്ടിലും. അപ്പോൾ ഞാൻ ചൊല്ലി, തോട്ടക്കാരി, നിൻ വാത്സല്യത്തിൻ അത്ഭുത വർഷമേഘം മൺകുടമൊക്കെ തേറ്റി ഇനി നിത്യവും 2 നേരം മുടങ്ങാതെ ഇവിടം നനച്ചിടും. പേടിക്കാൻ എന്തിരിപ്പൂ? കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഗണ്ഡത്തിൽ ചിന്നിക്കാണായി ഗന്ധമാദിനീ വർണ്ണം. അന്നേരമെൻ ചിത്തത്തിൻ അടഞ്ഞ വാതിൽ മന്ദം നിന്നുടെ അധരങ്ങൾ തുറന്നു പൊൻതാക്കോലാൽ. പി ഭാസ്കരൻ കൃതികൾ കവിതകൾ ഗാനങ്ങൾ. നമുക്കിനി കവിതയുടെ വിശകലനത്തിലേക്ക് കടക്കാം. ആദ്യം ഈ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം, ശ്രദ്ധിക്കുക. കവിതയിൽ 2 കഥാപാത്രങ്ങളാണ് ഉള്ളത്, ഒരു വീട്ടമ്മയും അവരുടെ ഭർത്താവും. ഇതിലെ തോട്ടക്കാരി ഈ വീട്ടമ്മ തന്നെയാണ്. അവർ 2 പേരും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വാടക വീട് പൂട്ടി അവർ കുറച്ചു ദിവസത്തേക്ക് ദൂരെ എവിടെയോ യാത്ര പോയിരുന്നു. വാടക വീടാണെങ്കിലും അതിനെ മനോഹരമാക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നതെല്ലാം അവർ ചെയ്തിരുന്നു. അതിനടയാളമാണ് ആ വീടിന് മുന്നിൽ കാണുന്ന മനോഹരമായ പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ വീട്ടുകാരി തനിക്കിഷ്ടമുള്ള ഒട്ടനേകം ചെടികൾ വെച്ചു പിടിപ്പിച്ചിരുന്നു. ആ ചെടികളെല്ലാം പൂത്തുലയുന്നതും ആ പൂക്കൾ നുള്ളി ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതുമെല്ലാം അവർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ 10 ദിവസത്തെ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ നമ്മുടെ വീട്ടുകാരിയും വീട്ടുകാരനും എന്താണ് കണ്ടത്? പൂക്കളെല്ലാം വാടിക്കരിഞ്ഞു നിൽക്കുന്നു. ചില ചെടികളാകട്ടെ വെള്ളം കിട്ടാതെ നിലം പൊത്തിയിട്ടുമുണ്ട്. ആ കാഴ്ച നമ്മുടെ വീട്ടുകാരിയെ വളരെയധികം ദുഃഖിതയാക്കി. ആ സമയത്താണ് വീട്ടുകാരൻ മറ്റൊരാവലാതി പറയുന്നത്, അതായത് ഭർത്താവ് മറ്റൊരാവലാതി പറയുന്നത്. എന്താണ്? പോകുന്ന സമയത്ത് അദ്ദേഹം വീടിന്റെ താക്കോല് പൂട്ടി എങ്ങോ വെച്ചു, പക്ഷെ എവിടെയാണ് വെച്ചതെന്ന് ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. വീട്ടുകാരന്റെ മനസ്സിൽ താക്കോല് കാണാത്ത ആധിയാണ്. അതേസമയം വീട്ടുകാരിയുടെ മനസ്സിൽ താൻ ഓമനിച്ചു വളർത്തിയ പൂക്കളെല്ലാം വാടി കരിഞ്ഞുപോയല്ലോ എന്നും ഇനി ഓണക്കാലം വരുമ്പോൾ നമ്മുടെ വീടിന് മുന്നിൽ മാത്രം പൂക്കൾ ഉണ്ടാവുകയില്ലല്ലോ എന്നുമൊക്കെയുള്ള ആവലാതികളാണ് ഉള്ളത്. അപ്പോൾ 2 കഥാപാത്രങ്ങൾ, 2 തരം ആവലാതികൾ. ഒരാളുടെ മനസ്സിൽ വീടിന്റെ താക്കോൽ എങ്ങോ പോയി എന്ന ദുഃഖം, ഒരാളുടെ മനസ്സിൽ ഓമനിച്ചു വളർത്തിയ ചെടികൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ദുഃഖം. വീട്ടുകാരൻ തന്റെ ദുഃഖത്തിന് ഉടൻ തന്നെ പരിഹാരം കാണുന്നുണ്ട്. തന്റെ ബലം ഉപയോഗിച്ചുകൊണ്ട്, ശക്തി ഉപയോഗിച്ചുകൊണ്ട് വീട് പൂട്ടിയ പൂട്ട് അയാൾ തകർക്കുകയും അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. പക്ഷേ വീട്ടുകാരിയുടെ ദുഃഖത്തിന് അപ്പോഴും ശമനമില്ല. കാരണം അവരുടെ ദുഃഖം മാറണമെങ്കിൽ ഇനി ആ ചെടികളെല്ലാം പഴയതുപോലെ ജീവൻ വയ്ക്കുകയും അവയിൽ പൂക്കൾ നിറയുകയും വേണം. ഇത് പെട്ടെന്ന് തന്നെ വീട്ടുകാരന് മനസ്സിലാകുന്നു. അയാൾ ആദ്യം കരുതിയത് വീടിന്റെ നല്ലൊരു പൂട്ട് അയാൾ പൊട്ടിച്ചു കളഞ്ഞതുകൊണ്ട് വീട്ടുകാരിക്ക് വിഷമം വന്നു എന്നാണ്.
പക്ഷേ പിന്നീട് അയാൾ മനസ്സിലാക്കുന്നുണ്ട് പൂട്ട് തകർന്നതിലല്ല, പിന്നെന്താണ്, വീടിന് മുന്നിൽ ഓമനിച്ചു വളർത്തിയ പൂക്കളെല്ലാം നശിച്ചു പോയതിലാണ് വീട്ടുകാരിക്ക് സങ്കടമെന്ന്. അപ്പോൾ അയാൾ അവളെ സ്നേഹത്തോടു കൂടി സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയാണെങ്കിൽ ഇനിയും നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ സ്നേഹത്തോടു കൂടി ഇവയെ പരിപാലിച്ചാൽ ഉണങ്ങിപ്പോയ ചെടികളെല്ലാം വീണ്ടും ജീവൻ വയ്ക്കുമെന്നും അവയിൽ പൂക്കൾ നിറയുമെന്നും ഒക്കെ പറഞ്ഞ് വീട്ടുകാരൻ അവളെ സമാധാനിപ്പിക്കുന്നു. അത് കേട്ട് വീട്ടുകാരിക്ക് സന്തോഷമാകുന്നുണ്ട്. വിഷമമെല്ലാം മാറി മുഖം തെളിയുന്നു. വീട്ടുകാരിയുടെ മുഖം തെളിയുമ്പോൾ ആ സന്തോഷം കണ്ടിട്ട് നമ്മുടെ ഭർത്താവിനും സന്തോഷം തിരികെ ലഭിക്കുന്നു. അയാളുടെ സന്തോഷം ഉറങ്ങിക്കിടക്കുന്നത് അവളുടെ ചിരിയിലാണ് അല്ലെങ്കിൽ സന്തോഷത്തിലാണ് എന്ന ആശയം പകർന്നു തന്നുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ഇനി ഞാൻ ഓരോ വരികളായി വായിച്ച് വിശകലനം ചെയ്യുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. വാടിപ്പോയി തുളസിയെന്നോതുമ്പോൾ കുടുംബിനി, കൂടുതൽ കരിഞ്ഞത് നിൻ മുഖത്തളിരല്ലോ. എന്താണ്? വാടിപ്പോയി തുളസി, ഞാനിവിടെ നട്ടു വളർത്തിയിരുന്ന തുളസി വാടിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ ആ വാടിപ്പോയ തുളസിയേക്കാളും വാട്ടം ആരുടെ മുഖത്തുണ്ടായിരുന്നു? നമ്മുടെ കുടുംബിനിയുടെ മുഖത്ത്, വീട്ടമ്മയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. നിൻ മുഖത്തളിര് എന്ന് വെച്ചാൽ തളിരില പോലെ ലോലമായ നിന്റെ മുഖം വാടിപ്പോയത് ഞാൻ കണ്ടു. ആരാണ്? നമ്മുടെ കഥാനായകൻ അല്ലെങ്കിൽ വീട്ടുകാരൻ കണ്ടു. വാടക വീടും പൂട്ടി 10 നാൾ മറുനാടൻ വാസവും കഴിച്ചു നാം മടങ്ങിയെത്തും നേരം വീട്ടു പൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കേ. അപ്പോൾ 10 ദിവസത്തേക്ക് നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ മടങ്ങിയെത്തിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച എന്താണ്? വീട്ടിലെ പൂന്തോട്ടമാകെ നശിച്ചു കിടക്കുന്നു. അതുകണ്ട് നീ കരഞ്ഞതുപോലെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പൂട്ടിയ താക്കോൽ എങ്ങോ പോയി ഞാൻ വിഷണ്ണനായി. അപ്പോഴാണ് വീട്ടുകാരന് മറ്റൊരു സങ്കടം ഉണ്ടാകുന്നത്. പോകാൻ നേരം പൂട്ടിയെടുത്ത താക്കോല് കാണുന്നില്ല. അതോർത്ത് അയാൾ വിഷണ്ണനായി, പരിഭ്രമിച്ചു പോയി, സങ്കടം വന്നു, ടെൻഷനിലായി എന്നൊക്കെ മനസ്സിലാക്കുക. എൻ കരബലം കൊണ്ട് പൂട്ടു ഞാൻ ഉടച്ചപ്പോൾ നിൻ കവിൾ രണ്ടും വീണ്ടും ആർദ്രമായതു കണ്ടേൻ. വീട്ടുകാരനുടനെ എന്ത് ചെയ്തു? ആ പൂട്ടിനെ കൈകൊണ്ട് വലിച്ച് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ദുഃഖം ആ മുഖത്ത് കാണുന്നു. നിൻ കവിൾ രണ്ടും വീണ്ടും ആർദ്രമായതു കണ്ടേൻ. പോഴത്തം പറ്റിപ്പോയി, പോവട്ടെ, ബലമുള്ള താഴൊന്നു വേറെ വാങ്ങാമെന്നു ഞാൻ ഉരയ്ക്കവേ. അപ്പോ എന്ത് പറഞ്ഞു? ഭർത്താവിന് തോന്നി ഞാൻ ആ പൂട്ട് പൊട്ടിച്ചത് കൊണ്ടായിരിക്കാം അവൾക്ക് മുന്നത്തെക്കാളും വിഷമം ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയെ സമാധാനിപ്പിക്കും. എങ്ങനെ പറഞ്ഞിട്ട്? പോഴത്തം പറ്റിപ്പോയി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, പോട്ടെ, ബലമുള്ള താഴ് വേറെ ഒന്നും വാങ്ങാം. താഴെന്ന് വെച്ചാൽ പൂട്ട്. ഈ പൂട്ട് ഞാൻ പൊട്ടിച്ചത് മോശമായി പോയി, അല്ലെങ്കിൽ താക്കോല് കളഞ്ഞത് തെറ്റായിപ്പോയി, നീ ക്ഷമിക്കുക, നമുക്ക് വേറെ പൂട്ട് വാങ്ങാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ചൊല്ലി നീ വീണ്ടും പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി. അപ്പോഴാണ് ഭാര്യ കാര്യം പറയുന്നത്. നിങ്ങൾ പൂട്ട് പൊട്ടിച്ചതല്ല എൻ്റെ സങ്കടം, പിന്നെ ഞാനിവിടെ നട്ടു വളർത്തിയിരുന്ന പിച്ചി പൂക്കാതെ വാടിക്കരിഞ്ഞു പോയി. വെള്ളമില്ലാതെ നിശാഗന്ധി തൈ നിലം പൊത്തി. നിശാഗന്ധിയുടെ തൈയാകട്ടെ വെള്ളം കിട്ടാതെ അതാ വീണ് കിടക്കുന്നു. താക്കോല് പോയാൽ പോട്ടെ, ഇക്കൊല്ലം പൊന്നിൻ ചിങ്ങപ്പൂക്കാലം വിരുന്നിനു വരണ്ടേ ഈ വീട്ടിലും. താക്കോലില്ലെങ്കിൽ എന്താ, പോട്ടെ, സാരമില്ല, നമുക്ക് വേറൊന്ന് വാങ്ങിക്കാം. അതുപോലെയാണോ ഈ ചെടികളുടെ കാര്യം? ഓണക്കാലത്ത് പൂക്കളമിടാൻ ഈ വീട്ടിലും വേണ്ടേ പൂക്കൾ? അല്ലെങ്കിൽ ഓണക്കാലത്ത് എല്ലാ വീട്ടുമുറ്റത്തും പൂക്കൾ പരിലസിക്കുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തും പൂക്കൾ വിരിഞ്ഞു നിൽക്കേണ്ടതായിരുന്നില്ലേ? ഇനി അത് നടക്കില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. അപ്പോൾ ഞാൻ ചൊല്ലി, തോട്ടക്കാരി, നിൻ വാത്സല്യത്തിന് അത്ഭുതമേക വർഷം മൺകുടമൊക്കെ തേറ്റി. ഇനി നിത്യവും 2 നേരം മുടങ്ങാതെ ഇവിടം നനച്ചിടും. പേടിക്കാൻ എന്തിരിപ്പൂ? അപ്പോ ഭർത്താവ് പറഞ്ഞു, എന്തിനാണ് വിഷമിക്കുന്നത്? നാളെ മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോ ദിവസവും 2 നേരം വെള്ളമെടുത്ത് നീ ഈ ചെടിക്കൊഴിച്ച് ഇവയ്ക്ക് ജീവൻ വെപ്പിക്കുമ്പോൾ പഴയതുപോലെ ഈ ചെടികളൊക്കെ ജീവൻ വെച്ച് തിരിച്ചു വരില്ലേ? പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത്? കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിന്റെ ഗണ്ഡത്തിൽ ചിന്നിക്കാണായി ഗന്ധമാദിനീ വർണ്ണം. അങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന അവളുടെ കണ്ണുകൾ പെട്ടെന്ന് സന്തോഷത്താൽ വിടരുകയും, കണ്ണിലെ മഴത്തുള്ളി എന്ന് പറഞ്ഞാൽ കരയാനിരിക്കുകയായിരുന്നു എന്നുള്ള ഭാവത്തിലാണ് വീട്ടുകാരി അത്രയും നേരം ഉണ്ടായിരുന്നത്. ആ ഭാവമെല്ലാം മാറി ഗണ്ഡത്തിൽ, അതായത് കവിളിൽ, ചിന്നിക്കാണായി ഗന്ധമാദിനീ വർണ്ണം, അതായത് കവിളിൽ ചുവപ്പ് വർണ്ണം. ഗന്ധമാദിനീ വർണ്ണം ചുവപ്പാണ് കേട്ടോ. അപ്പോൾ കോലരക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. കോലരക്കിന്റെ നിറം ചുവപ്പാണ്. അപ്പോൾ ഗണ്ഡം, അതായത് കവിളിൽ
ചുവന്ന നിറം പടർന്നു എന്ന് പറഞ്ഞാൽ നാണം കൊണ്ടും സന്തോഷം കൊണ്ടും അവളുടെ കവിൾ ചുവന്ന് തുടുത്തു. സങ്കടമൊക്കെ മാറുകയും ചെയ്തു. ഭർത്താവിൻ്റെ ഈ ആശ്വാസവാക്കുകളാണ്, സ്നേഹത്തോടു കൂടിയുള്ള ആശ്വാസവാക്കുകളാണ് അവളുടെ ദുഃഖം അവസാനിപ്പിച്ചതും അവൾക്ക് നാണവും സന്തോഷവും പകർന്നു കൊടുത്തതും. അന്നേരമെൻ ചിത്തത്തിൻ്റെ അടഞ്ഞ വാതിൽ മന്ദം, നിന്നുടെ അധരങ്ങൾ തുറന്നു പൊൻതാക്കോലാൽ. അപ്പോൾ നിന്നുടെ അധരങ്ങൾ, നിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നപ്പോൾ, അന്നേരം എൻ ചിത്തത്തിനടഞ്ഞ വാതിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. നീ ദുഃഖിതയായിരുന്നതുകൊണ്ട് എൻ്റെ മനസ്സും അടഞ്ഞു കിടക്കുകയായിരുന്നു. നിന്റെ അധരങ്ങളിൽ, നിന്റെ ചുണ്ടുകളിൽ ചിരി വിടർന്നപ്പോൾ ആ വാതിലും മന്ദം മന്ദം തുറക്കുകയായി. നീ നിന്റെ ചിരിയാകുന്ന പൊൻ താക്കോൽ കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ മെല്ലെ തുറന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചെറിയ ഒരു ജീവിത സാഹചര്യമാണ് നമുക്കിവിടെ കവിതയായി പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. ചെറിയ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇവിടെ പറയുന്നതായിട്ട്. യാത്ര പോയി മടങ്ങി വന്ന ഭാര്യയും ഭർത്താവും രണ്ടുതരം വിഷമങ്ങളിലേക്ക്, അതായത് അവരുടെ രണ്ടുതരം മനപ്രയാസങ്ങളിലേക്ക് കടക്കുന്നു. ഭാര്യയുടെ വിഷമം നട്ടുനനച്ചു വളർത്തിയ പൂന്തോട്ടം വാടിപ്പോയതും ഭർത്താവിൻ്റെ ദുഃഖം പൂട്ടിൻ്റെ താക്കോല് കാണാത്തതുമാണ്. എന്നാൽ അവയ്ക്ക് രണ്ടിനും ഉടൻ തന്നെ പരിഹാരവും ഉണ്ടാവുന്നുണ്ട്. എന്താണ്? ഭർത്താവ് തൻ്റെ കരബലം കൊണ്ട് പൂട്ടുടയ്ക്കുകയും വേറൊരു പൂട്ട് വാങ്ങാമെന്ന് സമാധാനിച്ചുകൊണ്ട് അയാളുടെ ദുഃഖം മറക്കുകയും ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഭാര്യയുടെ മുഖത്ത് അപ്പോഴും സങ്കടമാണ്. അത് മാറുന്നതിന് വേണ്ടി അയാൾ പലതും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയും അവളുടെ കണ്ണിൽ നിന്ന് സങ്കടത്തിൻ്റെ മേഘങ്ങൾ ഒഴിഞ്ഞുപോയി കവിളുകൾ സന്തോഷത്താലും നാണത്താലും ചുവന്നു തുടുക്കുകയും ചെയ്യുന്നു. ആ സന്തോഷത്തിൻ്റെ തുടുപ്പിൽ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ അടഞ്ഞുകിടന്ന വാതിലുകൾ, അതായത് അയാളുടെ സന്തോഷത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും അയാളുടെ ഹൃദയം നിറയുകയും ചെയ്യുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ഇഴയെടുപ്പത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ഒരു കവിത കൂടിയാണ് തോട്ടക്കാരി. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതേ തുടർന്ന് ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് വരുന്നത്. പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.